പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിന്നുള്ള മലിനജലം കലർന്ന് കോരയാർ പുഴ മലിനമായെന്ന് പരാതി. 2 ദിവസത്തിനിടെ പുഴയിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയെന്നും വെള്ളത്തിന്റെ നിറം കറുപ്പായി മാറിയെന്നും നാട്ടുകാരുടെ ആരോപണം. കോരയാർ മലിനമായതോടെ കൊട്ടേക്കാട്, പുതുശ്ശേരി പഞ്ചായത്തുകളിലെ നിരവധി കുടുംബങ്ങളും ദുരിതത്തിലാണ്. സുന്ദരമായ പാലക്കാടൻ മലനിരകൾക്കിടയിലൂടെ കാടും നാടും വെട്ടിത്തെളിച്ച് പതിഞ്ഞൊഴുകുന്ന കോരയാർ പുഴ ശാന്തമായി ഒഴുകുക മാത്രമല്ല, തീരങ്ങളിലുള്ളവർക്ക് വലിയ ആശ്വാസവുമായിരുന്നു കോരയാർ. തെളിഞ്ഞ വെള്ളവും നിറയെ മീനുകളുമെല്ലാം ഒരു കാലത്ത് കോരയാറിന്റെ പ്രത്യേകതകളായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. പതിഞ്ഞൊഴുകിയിരുന്ന കോരയാർ ഇന്ന് പതഞ്ഞൊഴുകുകയാണ്. ഉണ്ടായിരുന്ന മീനുകളെല്ലാം കൂട്ടത്തോടെ ചത്തുപൊങ്ങി. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിന്നുള്ള മലിനജലം പുഴയിൽ എത്തിത്തുടങ്ങിയത് മുതലാണ് കോരയാറിലെ ഈ വ്യത്യാസം. 2 വർഷത്തിനിടെ നിരവധി തവണ കോരയാറിലെ വെള്ളത്തിന്റെ നിറം കറുപ്പായി മാറിയിട്ടുണ്ടെന്നും മീനുകൾ ചത്തുപൊങ്ങാറുണ്ടെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. കഞ്ചിക്കോട് ആ ഭാഗത്തു നിന്ന് വേസ്റ്റ് വെള്ളം തള്ളുന്ന കാരണമാണ് ഈ മീനുകൾ ഇങ്ങനെ ചത്തു വരുന്നത്. നല്ല ഒഴുക്കുള്ള സമയങ്ങളിൽ അവർ തുറന്നു വിടും. അങ്ങനെ ആകുമ്പോഴാണ് ഈ മീനുകൾ ഈ ഇതേപോലെ ചാലിലൊക്കെ കൂടി വെള്ളം വരുമ്പോൾ ഈ മീനുകൾ ചത്തുപൊങ്ങുന്ന കാരണം. ഇതിൻ്റെ മുമ്പ് 2-3 കൊല്ലത്തിന് മുന്നേ ഇതേപോലെ ഉണ്ടായിരുന്നായിരുന്നു. അതിൻ്റെ സ്മെല്ല് കാരണം കുളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വീട്ടിലാണ് കുളി. ഇടയ്ക്കിടയ്ക്ക് വന്നാൽ ഒരു 2 മാസം കൂടുമ്പോൾ 4 പ്രാവശ്യം വരും. മീൻ ചത്ത് വരും, മറ്റേ വേസ്റ്റ് വെള്ളം വരും. അതുകൊണ്ട് കുളിക്കാൻ പറ്റില്ല. കൊട്ടേക്കാട്, പുതുശ്ശേരി പഞ്ചായത്തുകളിലുള്ളവരാണ് പ്രധാനമായും ദൈനംദിന പ്രവർത്തികൾക്കായി കോരയാറിനെ ആശ്രയിക്കുന്നത്. എന്നാൽ വെള്ളത്തിലെ നിറവ്യത്യാസവും രൂക്ഷഗന്ധവും കാരണം നാട്ടുകാർ കോരയാറിൽ നിന്ന് ഇപ്പോൾ ഒരാവശ്യത്തിനും വെള്ളമെടുക്കാറില്ല. പ്രശ്നം നിരവധി തവണ അധികാരികളിൽ എത്തിച്ചിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. റിപ്പോർട്ടർ, പാലക്കാട്.